പ്രിയ, ഈ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ട ഉടനടി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ട് 5 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ CPI, CPIM, CPI-ML, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ കക്ഷികൾ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അവിടെ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് നടക്കുന്നുവെന്നാണ് ആരോപണം. അതായത് മനുഷ്യവേട്ട തന്നെ നടക്കുന്നു എന്നാണ് ആരോപണം. അവിടെ പ്രകൃതി വിഭവങ്ങളും വനസമ്പത്തും ഒക്കെ വലിയ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. ആദിവാസികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു. ഇത്തരം പരിപാടികളൊക്കെയാണ് ആരോപണമായിട്ട് ഉന്നയിച്ചേക്കുന്നത്. ഇത്തരം ഒരു കത്ത്, അതിൻ്റെ പ്രസക്തി എന്താണ്? ഇത്തരത്തിൽ വലിയൊരു തരത്തിലുള്ള മാവോയിസ്റ്റ് വേട്ട അവിടെ നടക്കുന്നുണ്ടോ? ഈ മാവോയിസ്റ്റ് പറയുന്ന പ്രസ്ഥാനം തന്നെ ഇപ്പോൾ ഏതാണ്ട് അപ്രസക്തമായ ഒരവസ്ഥയിൽ തന്നെയാണല്ലോ. അപ്പോൾ ഇവർ ഇത്ര ശക്തരാണോ? ഈ ഒരു സൈനിക നടപടിയൊക്കെ നടത്തി ഇവരെ പിടികൂടി വധിക്കാനും മാത്രം അത്ര ശക്തരാണോ ഇന്ത്യയിൽ? ഇല്ല, അവിടെ സൈനിക നടപടി നടക്കുന്നില്ല. അവിടെ നടക്കുന്ന പോലീസ് നടപടിയാണ്. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിംഗ് എന്ന് പറഞ്ഞല്ലോ, ആകാശ് റാവു ഗിരിപുഞ്ച് എന്ന് പറയുന്ന ഒരു ASP ഇന്നലെ അവിടെ IED പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ആര് സമാധാനം പറയും? ഇവർ എത്രയേറെ ആൾക്കാരെയാണ് കൊണ്ടുപോയി കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ CPI മാവോയിസ്റ്റുകളാണല്ലോ ഈ കൊലപാതകം മൊത്തം നടത്തുന്നത്. അവർ ഈ എത്ര ട്രെയിനുകൾ അട്ടിമറിച്ചിട്ടുണ്ട്. അതിലുള്ള സാധാരണക്കാർ മരിച്ചിട്ടില്ലേ? ഈ സാധാരണക്കാരായ പോലീസുകാരില്ലേ? അവർക്ക് മനുഷ്യാവകാശമില്ലേ? അവരുടെ ജീവന സ്വത്തിനും ആരാ പറയാം? എങ്ങനെയാണ് സാൽവാജുദും ഉണ്ടായത്? ജനങ്ങൾ അവസാനം പ്രതിരോധിക്കാനിറങ്ങി മാവോയിസ്റ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഹമാസിൽ നിന്ന് മോചനം നേടണമെന്ന് ഗാസയിലെ ജനങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവരിൽ നിന്ന് മോചനം നേടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാൽവാജുദും രംഗത്തിറങ്ങി. ഇതെങ്ങനെയാണ് ഈ മാവോയിസ്റ്റുകളുടെ തുടക്കം? നമുക്ക് ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം. 1967 മാവോയിസ്റ്റുകൾ ഉണ്ടാകുന്നത്. മാവോയിസ്റ്റുകളുടെ ആദ്യ രൂപമായിട്ടുള്ള നക്സൽബാരി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. നക്സൽബാരി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലാ കമ്മിറ്റിയിലെ അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ചാരു മജുംദാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സായുധ സമരം പ്രഖ്യാപിക്കുക. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ചാരു മജുംദാർ, കനൂർ സന്യാൽ, ജംഗൽ സന്താർ തുടങ്ങിയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച ആൾക്കാരെ കൊലപ്പെടുത്തുകയാണ്. എന്നിട്ടാണ് നക്സൽബാരി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ചൈനീസ് റേഡിയോ എന്താ അനൗൺസ് ചെയ്തതെന്നറിയാമോ? ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് പറഞ്ഞാണ് അവർ ചൈനീസ് റേഡിയോ അനൗൺസ് ചെയ്യുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണത്തിന് ശേഷം ഏഷ്യൻ രാജ്യങ്ങളെയെല്ലാം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാതയിലേക്ക് നയിച്ചു കൊണ്ട് പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ അമേരിക്കയുടെ നേതൃത്വത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ ആ രീതിയിൽ നോൺ കമ്മ്യൂണിസ്റ്റ് ചേരി ഉണ്ടാകുന്നു. റഷ്യയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ചേരി ഉണ്ടാകുന്നു. അങ്ങനെ ഏതാണ്ട് ആ നൂറ്റാണ്ടിൻ്റെ മധ്യമാകുമ്പോൾ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചൈന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുകയാണ്. ആ സ്വതന്ത്ര രാജ്യമായിരിക്കുന്ന സന്യാട്സെന്നിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സ്വതന്ത്ര രാജ്യം, കുമിന്താങ് പാർട്ടിയുടെയൊക്കെ നേതൃത്വത്തിൽ ജനാധിപത്യ രാജ്യമായി ചൈന നിൽക്കുമ്പോൾ ആ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിച്ച് മാവോ സുതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരികയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന കൊലപാതകങ്ങൾക്കും കൂട്ടക്കുതികൾക്കും കയ്യും കണക്കില്ല. 4.5 കോടി ആൾക്കാരെ മാവോ മാത്രം കൊന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാവോ പിന്നെ അങ്ങോട്ട് വ്യാപിപ്പിച്ചു. എങ്ങോട്ട് കമ്മ്യൂണിസം വ്യാപിച്ചു? അത് വിയറ്റ്നാമിലേക്കായി, ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം പടർന്നു. ഈ പറയുന്ന കൊറിയൻ രാജ്യങ്ങളിലേക്ക്, നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ ഒരേ വംശീയതയുള്ള, ഒരേ ഭാഷയുള്ള, ഒരേ സംസ്കാരമുള്ള 2 രാജ്യങ്ങളാണ്. അവരെങ്ങനെയാണ് രണ്ടായിട്ട് നിൽക്കുന്നത്? ജർമ്മനി രണ്ടാക്കിയതുപോലെ രണ്ടായതല്ലേ നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും? അവർ ഒന്നായില്ലല്ലോ. അവിടുത്തെ ജനങ്ങൾ ഒന്നാവേണ്ടവരല്ലേ? ഒരേ വംശീയ പാരമ്പര്യമുള്ള, ഒരേ ആചാരമുള്ള, ഒരേ സംസ്കാരമുള്ള ആൾക്കാരാണ്. കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ മാത്രം ഉണ്ടായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഓരോരോ രാജ്യങ്ങളായിട്ട് പിടിച്ചെടുത്ത് വിയറ്റ്നാമൊക്കെ ആയി കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. ഇങ്ങനെ നീങ്ങി നേപ്പാൾ വരെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിടിയിലാകപ്പെട്ടല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചു. ഇന്ത്യയെ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി ആക്രമിക്കാനുള്ള അതിൻ്റെ തുടക്കം കുറിച്ചത് എവിടെയാണ്? ചൈനയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിലെ നക്സൽബാരി എന്ന മേഖലയിലാണ്. അവിടെയാണ് ഈ പറയുന്ന ഇവരുടെ ആക്രമണം ഉണ്ടായി. അവിടെ ഇവരെല്ലാവരും അവസാനം കനൂർ സന്യാൽ എങ്ങനെയാണ് മരിച്ചത്? എനിക്ക് തോന്നുന്നു കനൂർ സന്യാൽ തൂങ്ങി മരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. ആത്മഹത്യ ചെയ്യായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഇവരുടെ വിഫലമാണ് ഈ പ്രവൃത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. കാരണം 99% അല്ലെങ്കിൽ 90%, 95% ഒക്കെ ദൈവവിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ അവരുടെ ഏറ്റവും വലിയ സാംസ്കാരികമായിട്ടുള്ള മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഈ ഭാരതത്തിൽ വന്നിട്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന ദൈവവിരുദ്ധതയും ഈ പറയുന്ന സംസ്കാര വിരുദ്ധതയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലെ ജനങ്ങളെ പോലെ ആക്കാനാണോ? തേളിനെ പഴുതാരയൊക്കെ തിന്നുന്ന ആൾക്കാരെ പോലെ ആക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് 67 ഈ പറയുന്ന പ്രവർത്തനം ഉണ്ടായത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലുണ്ടായ അടിയന്തരാവസ്ഥയോടുകൂടി ഏതാണ്ട് അതിനൊരു ശമനം വന്നു.
പിന്നെ അത് തുടർന്ന് കേരളത്തിൽ അറിയാമല്ലോ നമുക്ക്, പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം, വർഗീസ്, ഈ പറയുന്ന അജിത, നക്സൽ അജിതയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അജിതയുടെ പിതാവ് കുന്നിക്കൽ നാരായണൻ, ഈ പറയുന്ന അങ്ങനെയുള്ള ഈ ഗ്രോവാസു, ഇന്ന് ഗ്രോവാസൊക്കെ ജീവിച്ചിട്ടുണ്ട്, നമ്മുടെ ഫിലിപ്പം പ്രസാദ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റ് കേരളത്തിൽ നടന്നു. രാജനും വിജയനും അങ്ങനെ പലരും കൊല്ലപ്പെട്ടു, വർഗീസ് കൊല്ലപ്പെട്ടു. ഈ പറയുന്ന ആ മൂവ്മെൻറ്റുകളാണ് ഇങ്ങനെ നടന്നത്. ഈ മൂവ്മെൻറ്റുകളെല്ലാം കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ശമിച്ചു, അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ശമിച്ചു. പിന്നെ ഇവരെന്താ എങ്ങനെയാണ് വീണ്ടും കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ 2004 CPI-ML പീപ്പിൾസ് വാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന, ഈ രണ്ട് തീവ്രവാദ സംഘടന 1998 ഒന്നിക്കുന്നു. 2004 CPI-ML, അതായത് പീപ്പിൾസ് വാർ ഗ്രൂപ്പും CPI-ML നക്സൽ ബാരിയും കൂടെ ചേർന്ന സംഘടന CPI-ML-ഉം കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് സെൻറ്ററും കൂടെ ലയിച്ചിട്ടാണ് 2004 CPI മാവോയിസ്റ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ഇത് പിന്നെ എന്താ ചെയ്തത്? 2006 മൻമോഹൻ സിംഗ് പറയുകയാണ്, പ്രധാനമന്ത്രി, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമാണ് മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത്. അങ്ങ് ദണ്ഡകാരണ്യം മുതൽ ഇങ്ങ് വയനാട് വരെ ഒരൊറ്റ റെഡ് കോറിഡോർ ആയിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരുപാട് മാധ്യമങ്ങൾ അന്ന് എഴുതി, മധ്യ ഇന്ത്യ കാശ്മീരിനേക്കാൾ കൈവെട്ട നിലയിലാണ് എന്ന്. 2014 വരെ ഇവർ അനങ്ങിയില്ല. സാൽവാജുദും ക്രിയേറ്റ് ചെയ്തു. സാൽവാജുദും ജനങ്ങളുടെ പ്രക്ഷോഭമായിരുന്നു മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള. അതിനെ കോടതിയൊക്കെ ഇടപെട്ട് നിരോധിച്ചു, അതിനെ പ്രവർത്തനമൊക്കെ ഇല്ലാതാക്കി. ജനങ്ങൾ മാവോയിസ്റ്റുകൾക്കെതിരെ സംഘടിച്ചതായിരുന്നു സാൽവാജുദും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ ഈ പറയുന്ന ജനകീയ പ്രക്ഷോഭങ്ങളടക്കം മാവോയിസ്റ്റുകൾക്കെതിരെ ഉണ്ടായിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ പ്രവർത്തനത്തെ അടിച്ചമർത്താനായിട്ട് ഇവർക്കായില്ല. ആർക്കായില്ല? ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനായില്ല. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് മാവോയിസ്റ്റ് തീവ്രവാദത്തിനെ നേരിടാനുള്ള വിശാലമായ പദ്ധതികൾ നടപ്പിലാക്കി. ഇപ്പം കഗർ എന്ന് പറയുന്ന ഓപ്പറേഷനാണ് നടക്കുന്നത്. സൈനിക ഓപ്പറേഷൻ അല്ല, അത് പോലീസ് ഓപ്പറേഷനാണ്. അത് സംയുക്ത അർദ്ധസൈനിക വിഭാഗങ്ങൾ ഒക്കെയാണ്. അത് പോലീസ് ഫോഴ്സ്, CAPF എന്ന് പറയും, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്. സായുധ പോലീസിനെ വിദ്യസിച്ചുകൊണ്ടാണ് അവിടെ എത്ര പോലീസുകാരെ ഇവർ കൊന്നത്, എത്ര CRPF നമ്മുടെ നാട്ടിൽ മരിച്ചില്ല. എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചിട്ടുണ്ട്, എൻ്റെ സീനിയറായിട്ട് എൻ്റെ നാട്ടിൽ പഠിച്ച സുഹൃത്ത് മരിച്ചിട്ടുണ്ട്. എത്രയോ പേര്, എത്രയോ സുഹൃത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എനിക്ക് ഫോൺ വിളിച്ചാൽ അവരെ കിട്ടില്ല. കോബ്ര കമാൻഡോസാണ്, അവരെ ഫോൺ ചെയ്താൽ കിട്ടില്ല. അവരവിടെ കാട്ടിലാണ്, ഉൾക്കാട്ടിലാണ്. അവിടെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അതായത് കുളങ്ങളിലെ വെള്ളം, കാട്ടിനകത്തുള്ള കുളത്തിലെ വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ അവർ വിഷം കലക്കിയിരിക്കും. അപ്പോൾ ഇവർ മറ്റ് മരത്തിൻ്റെ പൊത്തിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള മഴവെള്ളം ശേഖരിച്ചാണ് ഇവർ കുടിക്കുന്നത്. ആഹാരം ഉണ്ടാവില്ല പ്രോപ്പറായിട്ട്. കൂടെ ഒരു ബങ്കറിലടുത്ത് കിടന്നവൻ, ഒരു ബാരക്കിൽ ഒന്നിച്ച് കിടന്നവൻ പിറ്റേ ദിവസം മരിച്ച് ഡെഡ് ബോഡിയായിട്ട് നാട്ടിലേക്ക് പോവുക. ഇതാണ് അവിടുത്തെ പോലീസുകാരുടെ അവസ്ഥ. ഈ പറയുന്ന ആദിവാസികളെ മൊത്തം ഹ്യൂമൻ ഷീൽഡ് ആക്കിയിട്ടാണ് മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഖനികൾ കൊള്ളയടിക്കുക. എന്തുകൊണ്ട് ഇവർക്ക് മറ്റ് പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ ചമ്പലിലൊക്കെ ആയിരുന്നു പണ്ട് തീവ്രവാദ പ്രവർത്തനം ഉണ്ടായിരുന്നു. ചമ്പൽ പോലുള്ള മേഖല, ഇല്ലെങ്കിൽ ഒട്ടും വികസനമില്ലാത്ത മേഖലയിൽ ഇവരെന്താ പ്രവർത്തിക്കാത്ത? അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ. ഖനികളിലല്ലോ, കാടാണ്. കാട് ഈ പറയുന്ന ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് മേഖലകളിലെ ഖനികൾ, അവിടുത്തെ ധാതു നിക്ഷേപങ്ങൾ, റെയററ്റ്സ്, ഇത് ഖനനം ചെയ്യുന്നവരെ കൊള്ളയടിക്കുക ഇവർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കാർഷിക മേഖല, കർഷകർ, നമുക്കറിയാമല്ലോ. ഇവിടെ വന്ന വയനാട്ടിലൊക്കെ എന്താ ചെയ്തത്? ഈ പറയുന്ന ആൾക്കാർ വന്ന് ആദിവാസികളെയും സാധാരണക്കാരെയൊക്കെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കടകളിൽ വന്നിട്ട് പോസ്റ്റർ ഒട്ടിച്ചിട്ട് പോകുന്നു. ഒരു നിലമ്പൂരിൽ ഒരാൾ, ഒരു കുപ്പു ദേവരാജ് കൊല്ലപ്പെട്ടു. അല്ല, 7 പേരെയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ കൊലപ്പെടുത്തിയത്. 7 പേരെയാണ് പിണറായി സർക്കാർ കൊന്നതാ. എന്നിട്ടാണ് ഇവർ മുതലക്കണ്ണീർ വെച്ചോട്ട് അങ്ങോട്ട് അയക്കുന്നത്, കത്തയക്കുന്നത്, നിങ്ങൾ ഈ പരിപാടി നിർത്തണമെന്ന്. അത് ഇവിടെ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നവരാ, അതിൻ്റെ പേരിൽ വലിയ ഫണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാ. തണ്ടർബോൾട്ട് എന്ന് പറയുന്ന വിഭാഗത്തിന് കേരളത്തിൽ രൂപീകരിച്ച സർക്കാരാണ് പറയുന്നത്, അവിടെയുള്ള നിങ്ങൾ ഈ മാവോയിസ്റ്റുകളെ വേട്ട ചെയ്ത് ഇതേ പ്രവൃത്തി എല്ലാവരും ചെയ്യുന്നത്. എന്താ തെറ്റ്? ഭീകരപ്രവർത്തനത്തിന് ഇല്ലാതാക്കാൻ, ജനാധിപത്യത്തിനകത്ത് ഭീകരപ്രവർത്തനത്തിന് ആയുധങ്ങൾക്കും സ്ഥാനമില്ല. ഇവിടെ കൃത്യമായി രാഷ്ട്രീയം പറയാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് തോക്കെടുക്കുന്നത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയമായിട്ട് കേപ്പബിലിറ്റി ഉണ്ട്, നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ജനങ്ങൾ അംഗീകരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കാത്തത്? നിങ്ങൾ ജിഹാദികൾക്കൊപ്പം കൈകോർത്ത് നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം എവിടെ? അതെന്താ അഡ്രസ്സ് ചെയ്യാതെ? അവരാരുടെ കൂടെ നിൽക്കുന്നു? ഈ പറയുന്ന ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ CPI മാവോയിസ്റ്റിനെ ഇവരാരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ? ഞങ്ങളുടെ വൈകാരിക പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ ഇടപെടുന്നില്ല, ഞങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെടുന്നില്ല. ഏത് മാവോയിസ്റ്റാണ് ഇവിടുത്തെ സാമൂഹിക അനീതികൾ എന്തെല്ലാം നടന്നു ഏതിലേക്ക് ഇടപെട്ടിട്ടുണ്ടോ?
എന്ത് സാമൂഹിക അനീതികളിൽ മാവോയിസ്റ്റുകൾ ഇടപെടുന്നുണ്ട്? ഇവിടെ എത്രയോ മുതലാളിമാരുടെ എത്രയോ വലിയ അതിക്രമങ്ങൾ നടന്നു, അവരിടപെടുന്നില്ല. കാരണം അവർക്കിതല്ല ലക്ഷ്യം. അവർക്ക് സായുധമായിട്ടുള്ള ഒരു നീക്കമാണ്, അതിന് വിദേശ ഫണ്ടിങ് ഉണ്ട്, ഇന്ത്യയിലെ ക്രമസമാധാനം തകർക്കുക എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യമാണ്. അതീവമായിട്ടുള്ള എല്ലാ ഭീകരപ്രവർത്തനങ്ങളും ഇന്ത്യയിൽ അവരതിനു വേണ്ടി പല മാസികകൾ ഇറക്കിയിട്ടുണ്ട്, ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവരുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സായുധ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ വിരുദ്ധതയാണ്, ഇത് ജനകീയ വിരുദ്ധതയാണ്, ഇത് ജനാധിപത്യ വിരുദ്ധതയാണ്, ഇത് മനുഷ്യത്വ വിരുദ്ധതയാണെന്ന് പറയേണ്ടി വരും. അതിനെ അടിച്ചമർത്താതെ മറ്റ് മാർഗമില്ല. രാജ്യം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ഇല്ലാതാക്കപ്പെടുക തന്നെ ചെയ്യും. മോദി സർക്കാർ ഈ പറയുന്ന ലക്ഷ്യം കൈവരിക്കും. മാവോയിസ്റ്റുകൾ ഇന്ത്യയിൽ ഇനി ഉണ്ടാവില്ല. അത് വാസ്തവമാണ്. അമിത്ഷായുടെ പട്ടാളമാണ് ചെയ്യുന്നത്, അമിത്ഷായുടെ പോലീസാണ് ചെയ്യുന്നത്. അമിത്ഷായുടെ പട്ടാളമല്ല പോലീസാണ്, പക്ഷേ ആഭ്യന്തരമന്ത്രിയാണ്, രാജ്നാഥ് സിംഗിൻ്റെ ആ പട്ടാളം. അപ്പോൾ ആ പോലീസിന് കൃത്യമായ നയമുണ്ട്. ഇവരെ മാവോയിസ്റ്റുകൾ, എനിക്ക് മാവോയിസ്റ്റുകളെന്നല്ല ആരെയും കൊല്ലുന്നതിന് എനിക്ക് യോജിപ്പില്ല. മാവോയിസ്റ്റുകൾ ഇന്ത്യക്കാരാണ്. ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനികളെ ജിഹാദികളൊക്കെ വെടിവെച്ച് കൊല്ലാം, പക്ഷേ മാവോയിസ്റ്റുകൾ എല്ലാവരും കൊല്ലപ്പെടേണ്ടവരില്ല. അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത്. അവർ ഈ പറയുന്ന ആയുധം പരിപാടി നിർത്തി അവർ തിരിച്ചു വരികയാണ് വേണ്ടത്. അവർ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ് വേണ്ടത്. അവർ എന്നിട്ട് രാഷ്ട്രീയം പറയട്ടെ. രാഷ്ട്രീയം പറഞ്ഞോ. ദേശവിരുദ്ധമല്ലാത്ത ഭരണഘടനയ്ക്കകത്ത് നിൽക്കുന്ന, ഭരണഘടനയോടൊപ്പം നിൽക്കുന്ന, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞോട്ടെ, യാതൊരു കുഴപ്പമില്ല. അത് ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ശരിയായ നിലപാട്.